സ്റ്റുഡൻസ്, ഐ ആം പ്രിയ. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ആദ്യമായിട്ട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഭാവിയിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് പാർട്ട്ലി അഗ്രികൾച്ചറൽ ഇൻകം ആണ് അല്ലെ. പാർട്ട്ലി അഗ്രികൾച്ചറൽ ഇൻകം പറയുമ്പോൾ നമ്മളുടെ കോമ്പോസിറ്റ് ഇൻകം എങ്ങനെ ഡീൽ ചെയ്യുന്നു അല്ലെ. കോമ്പോസിറ്റ് ഇൻകം കൺസിസ്റ്റ് ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം ആൻഡ് നോൺ അഗ്രികൾച്ചറൽ ഇൻകം അല്ലെ. അപ്പോൾ റൂൾ 7 and 8 ഈ കോമ്പോസിറ്റ് ഇൻകത്തിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇൻകം ടാക്സ് റൂൾ 1962 റൂൾ 7 and 8 ഇതിനെ കുറിച്ച് പറയുന്നത്, കോമ്പോസിറ്റ് റൂളിനെ കുറിച്ച് പറയുന്നത്. നമ്മൾ ആ സെക്കൻഡ് ഡിവിഷൻ പഠിച്ചു അല്ലേ. നമ്മൾ നോൺ അഗ്രികൾച്ചറൽ ഇൻകം, പാർട്ട്ലി അഗ്രികൾച്ചറൽ, പാർട്ട്ലി നോൺ അഗ്രികൾച്ചർ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചില്ലേ. ആ ക്ലാസിഫിക്കേഷനാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മളുടെ composite, the rules regarding composite income are given in rule 7 and 8 of income tax rule 1962 അതിനെ കുറിച്ചിട്ട് പറയണത് അല്ലേ. അപ്പൊ നമ്മൾ അതിൽ പറഞ്ഞു, ഫസ്റ്റ് ഇത് TCR എന്ന് പറഞ്ഞു, സെക്കൻഡ് അതേഴ്സ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ ടീ, കോഫി, റബ്ബർ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഓരോ സെപ്പറേറ്റ് റേഷ്യോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിനെ കുറിച്ചിട്ടുള്ള ടേബിളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. മനസ്സിലായോ? അതേഴ്സ് എന്നുള്ളത് മാർക്കറ്റ് വാല്യൂവിലാണ്, ബാക്കി TCR എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് റേഷ്യോയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടേബിളാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത്. ശ്രദ്ധിച്ചോളൂ. അപ്പോൾ പാർട്ട്ലി അഗ്രികൾച്ചറൽ ആൻഡ് പാർട്ട്ലി ബിസിനസ് ഇൻകം അല്ലെ. ബിസിനസ് ഇൻകം പറഞ്ഞാൽ എന്താണ്? നോൺ അഗ്രികൾച്ചറൽ ഇൻകം ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇൻകം, സെക്കൻഡ് അഗ്രികൾച്ചറൽ ഇൻകം, തേർഡ് കോളം നോൺ അഗ്രികൾച്ചറൽ ഇൻകം ഓർ ബിസിനസ് ഇൻകം, ഫോർത്ത് കോളം ഇൻകം ടാക്സ് റൂൾസ്. ഏത് റൂളിലാണ് ഇത് ഡിസ്കസ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ് ടീ ഇൻ ഇന്ത്യ അല്ലെ. ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ് ടീ, നമ്മളെ TCRലെ ടീ കേട്ടോ. ടീ ഇൻ ഇന്ത്യ, അതിൽ 60% അഗ്രികൾച്ചറൽ ഇൻകം ആണ്, 40% നോൺ അഗ്രികൾച്ചറൽ ഇൻകം അല്ലെങ്കിൽ ബിസിനസ് ഇൻകം ആണ്. അത് ഏത് റൂളിലാണ് പറയണത്? റൂൾ 8 ഇതിനെ ടീനെ കുറിച്ചിട്ട് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ കോമ്പോസിറ്റ് ഇൻകത്തിൽ പാർട്ട്ലി അഗ്രികൾച്ചറൽ ഉണ്ട്, പാർട്ട്ലി നോൺ അഗ്രികൾച്ചറൽ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. അതിൽ എത്ര പെർസെൻറ്റേജ് ആണ് അഗ്രികൾച്ചർ ഇൻകം, എത്ര പെർസെൻറ്റേജ് ആണ് നോൺ അഗ്രികൾച്ചറൽ ഇൻകം എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. 60% അഗ്രികൾച്ചറൽ ഇൻകം, അപ്പം 100% 60% അഗ്രികൾച്ചറൽ ഇൻകവും ബാലൻസ് 40% നോൺ അഗ്രികൾച്ചറൽ ഇൻകമാണ് ടീന്റെ കേസിൽ. അത് ഏതിലാണ് സ്പെസിഫൈ ചെയ്യുന്നത്? റൂൾ 8 ടീനെ കുറിച്ചിട്ട് പറയുന്നത്. മനസ്സിലായോ? ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ് ടീ ഇൻ ഇന്ത്യ, അഗ്രികൾച്ചർ ഇൻകം എത്ര പെർസെൻറ്റേജ് ആണ്? 60%. നോൺ അഗ്രികൾച്ചറൽ ഇൻകം അല്ലെങ്കിൽ ബിസിനസ് ഇൻകം എത്ര പെർസെൻറ്റേജ് ആണ്? 40%. ഏത് റൂളിലാണ് അത് പറയുന്നത്? ഇൻകം ടാക്സിൽ റൂൾ 8 ടീനെ കുറിച്ചിട്ട് സ്പെസിഫൈ ചെയ്യണം. ക്ലിയർ ആയല്ലോ? ദെൻ സെക്കൻഡ് വൺ, ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ് റബ്ബർ. റബ്ബർ പറയുമ്പോൾ ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ് റബ്ബർ പറയുമ്പോൾ 65% അഗ്രികൾച്ചറൽ ഇൻകവും 35% നോൺ അഗ്രികൾച്ചറൽ ഇൻകമാണ്. റൂൾ 7A ഇതിനെ കുറിച്ചിട്ട് ഡീൽ ചെയ്യണത്. ദെൻ അപ്പോൾ റബ്ബർ എത്രയാണ്? 65 35. ക്ലിയർ? ദെൻ തേർഡ് പോയിന്റ്, സെയിൽ ഓഫ് കോഫി ഗ്രോൺ ആൻഡ് ക്യൂർഡ് ബൈ സെല്ലർ അല്ലെ. നമ്മളിത് കോഫിക്ക് 2 കാറ്റഗറിയാണ് പറയുന്നത്. ജസ്റ്റ് ഗ്രോൺ ആൻഡ് ക്യൂർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75% അഗ്രികൾച്ചറൽ ഇൻകവും 25% നോൺ അഗ്രികൾച്ചറൽ ഇൻകമാണ്. ഇത് റൂൾ 7B1 പറയുന്നത്, സബ്സെക്ഷൻ 1 ഏതിനെ കുറിച്ച് പറയുന്നത്? കോഫിയെ കുറിച്ച് പറഞ്ഞത്. ജസ്റ്റ് കോഫി ഗ്രോൺ ആൻഡ് ക്യൂറിംഗ് മാത്രം പറഞ്ഞു തന്നാൽ 75% 25% നമ്മൾ എടുക്കുക. ഇനി സെയിൽ ഓഫ് കോഫി ഗ്രോൺ, ക്യൂർഡ്, റോസ്റ്റഡ് ആൻഡ് ഗ്രൗണ്ടഡ് ബൈ ദ സെല്ലർ ഇൻ ഇന്ത്യ അല്ലെ. ആ കാപ്പിക്കുരു എടുത്തിട്ട് നമ്മൾ വറുത്ത് പൊടിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള അതിലെ പ്രോസസ്സ് അതൊക്കെ ചെയ്യണതിനെയാണ് നമ്മളെന്ത് പറയണത്? ഈ സെക്കൻഡ് കാറ്റഗറിയിൽ പറയണത്. അതാവുമ്പോൾ 60% അഗ്രികൾച്ചറൽ ഇൻകവും 40% നോൺ അഗ്രികൾച്ചറൽ ഇൻകമാണ്. റൂൾ 7B സബ്സെക്ഷൻ 1A ഇതിനെ കുറിച്ചിട്ട് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ കോഫിക്ക് മാത്രം 2 കാറ്റഗറി ഉണ്ട്. മനസ്സിലായോ? ജസ്റ്റ് ഗ്രോൺ ആൻഡ് ക്യൂർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75% 25% ആയിട്ട് മാറ്റുക. ദെൻ ഗ്രോൺ, ക്യൂർഡ്, റോസ്റ്റഡ് ആൻഡ് ഗ്രൗണ്ടഡ് എന്നൊക്കെ പറയണ കോഫിയുടെ കേസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 60% 40% ആയിട്ട് കൺസിഡർ ചെയ്യുക. റൂൾസ് ഒക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. മനസ്സിലായോ? ഇനി പറയണത് ഇൻ എനി അതർ കേസ് നമ്മൾ പറഞ്ഞു
ടീ, കോഫി, റബ്ബർ അല്ലാതെ ബാക്കിയുള്ള പ്രോഡക്റ്റ് എക്സാമ്പിൾസ് പറയാം, ഷുഗർ കെയിന്, ടുബാക്കോ, കോട്ടൺ, ഇങ്ങനെയുള്ള കേസുകളൊക്കെ തരികയാണെങ്കിൽ അല്ലേ. അപ്പോൾ ഷുഗർ കെയിൻ്റെ ഒരു പ്രോബ്ലം ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്ത് പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെയുള്ള പ്രോഡക്റ്റ് തരികയാണെങ്കിൽ അത് റൂൾ 7ലാണ് അതിനെ കുറിച്ചിട്ട് പറയുന്നത്. ആ കേസിൽ അഗ്രികൾച്ചറൽ ഇൻകം എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ അഗ്രികൾച്ചറൽ ഇൻകം ഈസ് ഈക്വൽ ടു ആവറേജ് മാർക്കറ്റ് പ്രൈസ് മൈനസ് കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ. അങ്ങനെയാണ് അഗ്രികൾച്ചർ ഇൻകം കാണാനുള്ള ഇക്വേഷൻ. മനസ്സിലായോ? ഏത് കേസിൽ? ഇൻ എനി അതർ കേസ്. മാർക്കറ്റ് വാല്യൂ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. മാർക്കറ്റ് വാല്യൂ പറയുമ്പോൾ 2 കേസ് ഉണ്ട്. മാർക്കറ്റ് വാല്യൂ ഷാൾ ബി ഡീംഡ് ടു ബി, അത് ഓർഡിനറിലി സോൾഡ് ഇൻ ദ മാർക്കറ്റ് ആണെങ്കിൽ ആവറേജ് പ്രൈസിനെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയും. അല്ല, നോട്ട് ഓർഡിനറിലി സോൾഡ് ഇൻ ദ മാർക്കറ്റ് പറയുകയാണെങ്കിൽ നമ്മൾ അഗ്രഗേറ്റ് ഓഫ് ദ ഫോളോയിങ് ഷാൾ ബി ഇറ്റ്സ് മാർക്കറ്റ് വാല്യൂ എന്ന് പറയും അല്ലെ. അതിനുണ്ടാവുന്ന എക്സ്പെൻസ്, അല്ലെങ്കിൽ ലാൻഡ് റവന്യൂ, അല്ലെങ്കിൽ റെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇൻ ദ ഒപ്പീനിയൻ ഓഫ് അസിംഗ് ഓഫീസർ, ഇത് 3 കൂടിയിട്ടുള്ള അഗ്രഗേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 2 കേസിലാണ് മാർക്കറ്റ് വാല്യൂ പറയുന്നത്. അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഓർഡിനറിലി സോൾഡ് ഇൻ ദ മാർക്കറ്റ് ആണെങ്കിൽ ആവറേജ് പ്രൈസിനെ നമ്മൾ എന്ത് പറയുന്നു? മാർക്കറ്റ് പ്രൈസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അല്ല, നോട്ട് ഓർഡിനറിലി സെല്ലിൻ്റെ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റിൽ സെല്ല് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അഗ്രഗേറ്റ് ഓഫ് ദ ഫോളോയിങ് ഷാൾ ബി ഇറ്റ്സ് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നു. ഏതൊക്കെയാണ്? എക്സ്പെൻസ് ഓഫ് കൾട്ടിവേഷൻ അല്ലേ, പിന്നെ ലാൻഡ് റവന്യൂ അല്ലെങ്കിൽ റെന്റ് പെയ്ഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെടുക്കുക. 3rd പോയിന്റ്, ദ പ്രോഫിറ്റ് വിച്ച് ഇൻ ദ ഒപ്പീനിയൻ ഓഫ് ദി അസിംഗ് ഓഫീസർ. അത് 3 അഗ്രഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ എന്ത്? മാർക്കറ്റ് വാല്യൂ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഈ എനി അതർ കേസ് പറയണത് റൂൾ 7ലാണ് എനി അതർ കേസിനെ കുറിച്ച് പറയണത്. അവിടെ ഇക്വേഷൻ എന്ത് എഴുതണം? ആവറേജ് മാർക്കറ്റ് പ്രൈസ് മൈനസ് കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ. അഗ്രികൾച്ചറൽ ഇൻകം ഇസ് ഈക്വൽ ടു ആവറേജ് മാർക്കറ്റ് പ്രൈസ് മൈനസ് കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ ആണ് നമ്മുടെ അഗ്രികൾച്ചറൽ ഇൻകം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ത് തരും? ടോട്ടൽ പ്രോഫിറ്റ് തരും. ടോട്ടൽ പ്രോഫിറ്റ് തന്നിട്ട് അഗ്രികൾച്ചറൽ ഇൻകം നമുക്ക് കണ്ടുപിടിച്ചാൽ ബാക്കി നോൺ അഗ്രികൾച്ചറൽ ഇൻകം നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാം? നോൺ അഗ്രികൾച്ചറൽ ഇൻകം ഇസ് ഈക്വൽ ടു ടോട്ടൽ പ്രോഫിറ്റ് മൈനസ് അഗ്രികൾച്ചറൽ ഇൻകം. ഇതാണ് നമ്മുടെ റൂൾ 7ലെ എനി അതർ കേസിൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായ? ബാക്കിയൊക്കെ ഈ പെർസെൻറ്റേജ് തന്നിരിക്കുന്ന എമൗണ്ടിന്റെ 60% അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് എടുക്കുക, 40% നോൺ അഗ്രികൾച്ചറൽ എടുക്കുക. അത് പെർസെൻറ്റേജ് ഡയറക്റ്റ് നമുക്ക് എടുക്കാമല്ലോ. എമൗണ്ട് എത്രയാണെന്ന് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ അതിന്റെ 60 നോൺ അഗ്രികൾച്ചർ എടുക്കാം, 40 നോൺ അഗ്രികൾച്ചർ. അത് എല്ലാ കേസിലും ഇപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ കോമ്പോസിറ്റ് റെന്റ് അല്ലെങ്കിൽ പാർട്ട്ലി അഗ്രികൾച്ചർ ഇൻകം എന്നുള്ള ഹെഡിൽ പാർട്ട്ലി അഗ്രികൾച്ചർ ഇൻകം എന്ന് പറയുമ്പോൾ നമുക്ക് കോമ്പോസിറ്റ് ഇൻകം ഉണ്ടാവുന്ന കേസുകളുണ്ട്. ദാറ്റ് മീൻസ് പാർട്ട്ലി അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ട്, പാർട്ട്ലി നോൺ അഗ്രികൾച്ചറൽ ഇൻകം നമുക്ക് ഡിറൈവ് ചെയ്യുന്ന കേസുകളിൽ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ട്രീറ്റ്മെന്റ്? ആ കോമ്പോസിറ്റ് ഇൻകത്തിനെ കുറിച്ച് ഏത് സെക്ഷൻ റൂളിലാണ് പറയണത്? റൂൾ 7 and 8ലാണ്. ഇൻകം ടാക്സ് റൂൾ 1962 റൂൾ നമ്പർ 7 and 8ലാണ് ഈ കോമ്പോസിറ്റ് ഇൻകത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിൽ നമ്മൾ 3 ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. ആദ്യം ടീന്റെ പറഞ്ഞു അല്ലെ. ടീ 60%, 40% ആണ്. റൂൾ നമ്പർ 8ലാണ് പറയുന്നത്. മനസ്സിലായോ? ദെൻ റബ്ബറിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ 65%, 35%. 65% അവർ ആദ്യത്തെ കോളം അഗ്രികൾച്ചർ ഇൻകം, സെക്കൻഡ് കോളം എന്താണ്? നോൺ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ബിസിനസ് ഇൻകം. മനസ്സിലായോ? അപ്പോൾ റബ്ബറിന്റെ കേസിൽ 65% അഗ്രികൾച്ചർ ഇൻകവും 35% നോൺ അഗ്രികൾച്ചർ ഇൻകവുമാണ്. റൂൾ നമ്പർ 7A എന്ത് ചെയ്യുന്നത്? റബ്ബറിനെ കുറിച്ച് പറയുന്നത്. ദെൻ അടുത്തത് സെയിൽ ഓഫ് കോഫി ഗ്രോൺ ആൻഡ് ക്യൂർഡ് ബൈ ദ സെല്ലർ എന്ന് പറയുകയാണെങ്കിൽ 75% അഗ്രികൾച്ചർ ഇൻകവും 25% നോൺ അഗ്രികൾച്ചർ ഇൻകം അല്ലെങ്കിൽ ബിസിനസ് ഇൻകം ആണ്. അത് റൂൾ നമ്പർ 7B1 പറയുന്നത്. ദെൻ അടുത്തത് സെയിൽ ഓഫ് കോഫി ഗ്രോൺ, ക്യൂർഡ്, റോസ്റ്റഡ് ആൻഡ് ഗ്രൗണ്ടഡ് ബൈ ദ സെല്ലർ ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് തരികയാണെന്നുണ്ടെങ്കിൽ 60% അഗ്രികൾച്ചർ ഇൻകവും 40% നോൺ അഗ്രികൾച്ചർ ഇൻകവും ആണ്. റൂൾ നമ്പർ 7B സബ്സെക്ഷൻ 1A ഇതിനെ കുറിച്ചിട്ട് പറയുന്നത്. ദെൻ ലാസ്റ്റ് ഇൻ എനി അതർ കേസ്, അത് ഏത് റൂളാണ്? റൂൾ നമ്പർ 7 പറയുന്നത്. അതിന്റെ കേസിലാണെങ്കിൽ ആവറേജ് അഗ്രികൾച്ചറൽ ഇൻകം ഇസ് ഈക്വൽ ടു ആവറേജ് മാർക്കറ്റ് പ്രൈസ് മൈനസ് കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ ആണ് അഗ്രികൾച്ചർ ഇൻകം പറഞ്ഞത്. അപ്പോൾ നോൺ അഗ്രികൾച്ചർ ഇൻകം എങ്ങനെ കാണാം? നോൺ അഗ്രികൾച്ചറൽ ഇൻകം ഇസ് ഈക്വൽ ടു ടോട്ടൽ പ്രോഫിറ്റ് മൈനസ് അഗ്രികൾച്ചറൽ ഇൻകം. അപ്പോൾ നമുക്ക് നോൺ അഗ്രികൾച്ചറൽ ഇൻകം കിട്ടും. ക്ലിയർ ആയി എന്ന് വിചാരിക്കും. എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ശ്രദ്ധിച്ചോളൂ. എ ഷുഗർ ഫാക്ടറി പ്രോസസ്ഡ് 60,000 quintals of sugar cane during the previous year, out of which 10,000 quintals of sugar cane was produced on its own farm at a cost of rupees 6 lakh, and the balance was purchased from the market at a cost of rupees 82 per quintal. During the previous year, the factory earned a profit of rupees 8,76,000.
കമ്പ്യൂട്ട് അഗ്രികൾച്ചറൽ ഇൻകം ആൻഡ് നോൺ അഗ്രികൾച്ചറൽ ഇൻകം കേട്ടോ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ഷുഗർ ഫാക്ടറിയാണ് അല്ലെ, അവര് എത്ര ക്വിന്റൽസ് ഷുഗർ കെയിൻ പ്രോസസ് ചെയ്തു പ്രീവിയസ് ഇയറിൽ? 60,000 ക്വിന്റൽസ് ഷുഗർ കെയിന് പ്രോസസ് ചെയ്തു. പ്രീവിയസ് ഇയറിൽ അവര് ടോട്ടലായിട്ട് 60,000 ക്വിന്റൽസ് ഓഫ് ഷുഗർ കെയിൻ പ്രോസസ് ചെയ്തു. അല്ലെ, ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കി. അപ്പൊ 60,000 ക്വിന്റൽസ് ഓഫ് ഷുഗർ കെയിൻ പ്രോസസ് ചെയ്തു. ഔട്ട് ഓഫ് വിച്ച് ഇതിലെ എത്ര വന്നു? 10,000 ക്വിന്റൽസ്. 10,000 ക്വിന്റൽസ് ഓഫ് ഷുഗർ കെയിൻ വാസ് പ്രൊഡ്യൂസ്ഡ് ഓൺ ഇറ്റ്സ് ഓൺ ഫാം. അവരുടെ ഫാമിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്താണ്. 10,000 ക്വിന്റൽസ് ഓഫ് ഷുഗർ കെയിൻ പ്രൊഡ്യൂസ് ചെയ്തത് അവരുടെ ഫാമിൽ, സ്വന്തം ഫാമിലാണ്. അതിന് എത്ര കോസ്റ്റ് ആയി? 6 lakh അല്ലെ, 6 lakh കോസ്റ്റ് ആയി. പിന്നെ പറഞ്ഞു ദ ബാലൻസ് വാസ് പർച്ചേസ്ഡ് ഫ്രം ദി മാർക്കറ്റ് അറ്റ് എ കോസ്റ്റ് ഓഫ് 82 per quintal. ബാലൻസ് പറയുമ്പോൾ എത്രയാണ്? ടോട്ടൽ 60,000 ആണ്. 10,000 ഓൺ ഫാമിൽ ചെയ്തു. ബാലൻസ് എത്രയാണ്? 50,000 അവര് അറ്റ് ദ റേറ്റ് ഓഫ് 82 rupees വെച്ചിട്ട് പർച്ചേസ് ചെയ്തു. ഇത്രയും ക്ലിയർ ആയോ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ആദ്യം വായിച്ച് മനസ്സിലാക്കുക. അപ്പൊ നമ്മളുടെ പർട്ടിക്കുലർ ഷുഗർ ഫാക്ടറിയാണ് അവർ ഷുഗർ കെയിൻ പ്രോസസ് ചെയ്തിരിക്കുന്നത്. 60,000 യൂണിറ്റ് ഓഫ് ക്വിന്റൽസ് ഓഫ് ഷുഗർ കെയിൻ ആണ് അവർ പ്രോസസ് ചെയ്തിരിക്കുന്നത്. അതിൽ 10,000 യൂണിറ്റ് അവരുടെ ഫാക്ടറിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്താണ്. 50,000 യൂണിറ്റ് മാത്രമേ അവർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൂ. എത്ര രൂപ കൊടുത്തിട്ട്? 82 rupees കൊടുത്തിട്ട് പർച്ചേസ് ചെയ്തിട്ട്. ഇത്രയും പറഞ്ഞു. പിന്നെ അത് കൂടാതെ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ദ ഫാക്ടറി ഏൺഡ് എ ടോട്ടൽ പ്രോഫിറ്റ്. അവരുടെ ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ്? 8,76,000 ആണ് അല്ലെ. ഇത് താഴെ പറഞ്ഞു കമ്പ്യൂട്ട് അഗ്രികൾച്ചറൽ ഇൻകം ആൻഡ് നോൺ അഗ്രികൾച്ചറൽ ഇൻകം. അവര് സ്വന്തം ഫാക്ടറിയിൽ 10,000 യൂണിറ്റ് അവർ പ്രൊഡ്യൂസ് ചെയ്തതിന് കോസ്റ്റ് എത്ര ആയിരിക്കുന്നത്? 6 ലക്ഷം. അത് മറക്കരുത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യമാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? പ്രോബ്ലം ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കമ്പ്യൂട്ടേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറഞ്ഞിട്ട് എഴുതാം. ദെൻ കമ്പ്യൂട്ടേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം. ഒരു എമൗണ്ട് കോളവും പർട്ടിക്കുലേഴ്സ് ഒക്കെ വൃത്തിയായി വരച്ച് സ്കെയിലിംഗ് പെൻസിലൊക്കെ ഉപയോഗിച്ച് വൃത്തിയായിട്ട് നീറ്റായിട്ട് എഴുതാം കേട്ടോ. അപ്പൊ അതിൽ ആദ്യം നമ്മൾ എഴുതുന്നത് മാർക്കറ്റ് വാല്യൂ ഓഫ് ഷുഗർ കെയിൻ ഗ്രോൺ ഇൻ ഫാം. അവരുടെ ഫാമിൽ തന്നെ ഗ്രോൺ ഓർ പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ, മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് അവരുടെ ഫാമിൽ തന്നെ ചെയ്താണ്. അവരുടെ ഫാമിൽ തന്നെ 10,000 യൂണിറ്റ് അവർ പ്രൊഡ്യൂസ് ചെയ്തു. അതിന് കോസ്റ്റ് 6 ലക്ഷം ആണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ മാർക്കറ്റിൽ നിന്ന് അവര് 50,000 ക്വിന്റൽസ് വാങ്ങിയിട്ട് എത്ര രൂപ കൊടുത്തിട്ടാണ് വാങ്ങണത്? 82 രൂപ കൊടുത്തു. അപ്പോൾ നമ്മളുടെ ഈ 10,000 മാർക്കറ്റ് റേറ്റ് കൊടുത്തിട്ട് വാങ്ങുമ്പോൾ എത്രയാവുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഷുഗർ കെയിൻ ഗ്രോൺ ഇൻ ഫാം. നമ്മുടെ ഫാമിൽ നമ്മള് പ്രൊഡ്യൂസ് ചെയ്തതിന്റെ കോസ്റ്റ് 6 lakh ആയിട്ടുള്ളൂ. പക്ഷേ ഇത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ എന്ത് കോസ്റ്റ് ആവും? അപ്പൊ എങ്ങനെ കോസ്റ്റ് കാണും? 10,000 ഇൻറ്റു 82 രൂപ അല്ലെ. മാർക്കറ്റിൽ നിന്ന് നമ്മൾ വാങ്ങിയത് 82 രൂപയാണ്. അപ്പോൾ ഈ 10,000 യൂണിറ്റ് നമ്മുടെ ഫാമില് ഉണ്ടായതാണ്. അതിന് നമുക്ക് 6 ലക്ഷം രൂപ കോസ്റ്റ് ആയിട്ടുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ എന്ത് കോസ്റ്റാണ്? മാർക്കറ്റ് വാല്യൂ എത്രയാണെന്ന് നോക്കണം. 10,000 ഇൻറ്റു 82 8,20,000. ക്ലിയർ ആയോ? ഇനി നമുക്ക് പറയുന്നത് നമ്മൾ തന്നെ നമുക്ക് കോസ്റ്റ് ഓഫ് ഷുഗർ കെയിൻ എത്ര ആയിട്ടുള്ളൂ? 6 ലക്ഷം ആയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ അത് കുറയ്ക്കുക. ലെസ് കോസ്റ്റ് ഓഫ് ഷുഗർ കെയിൻ. നമുക്ക് ഈ 10,000 യൂണിറ്റ് നമ്മുടെ ഫാമിൽ തന്നെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമുക്ക് വളർത്തിയെടുക്കാനുള്ള ചെലവ് ആകെ നമുക്ക് എത്ര ഉണ്ടായിട്ടുള്ളൂ? 6 ലക്ഷം രൂപയാണ് നമുക്ക് ഉണ്ടായത്. പക്ഷേ അത് മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നമ്മൾ എത്ര രൂപ കൊടുത്തിട്ട് വാങ്ങി? 82 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങി അല്ലേ. അപ്പൊ നമുക്ക് എത്ര അഗ്രികൾച്ചർ ഇൻകം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള്. അപ്പൊ നമ്മള് ഞാൻ പറഞ്ഞു റൂൾ 7 എനി അതർ കേസിൽ എന്താ ഇക്വേഷൻ പറഞ്ഞത്? ആവറേജ് മാർക്കറ്റ് പ്രൈസ് മൈനസ് കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ എന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ ഇക്വേഷനാണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് വാല്യൂ ഷുഗർ കെയിൻ ഗ്രോൺ ഇൻ ഫാം അല്ലേ, അതിന്റെ മാർക്കറ്റ് വാല്യൂ ആണ്. ഇവിടെ നമുക്ക് 6 ലക്ഷം ഉണ്ട്. അതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ 10,000 യൂണിറ്റ് മാർക്കറ്റിൽ നിന്ന് വാങ്ങണമെങ്കിൽ നമുക്ക് എത്ര വാല്യൂ വരും, കോസ്റ്റ് വരും എന്നാണ്. 10,000 ഇൻറ്റു 82 8,20,000. പക്ഷേ
ലെസ് കോസ്റ്റ് ഓഫ് ഷുഗർ കെയിൻ. നമ്മുടെ അവിടെ കൾട്ടിവേറ്റ് ചെയ്തതിന് നമുക്ക് എത്ര കോസ്റ്റ് വന്നിട്ടുള്ളൂ? 6 ലക്ഷം. അപ്പോൾ എത്ര കിട്ടി? 2,20,000 ലെസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് പറയണം? അഗ്രികൾച്ചറൽ ഇൻകം എന്ന് നമ്മൾ കാണാം അല്ലേ. നമുക്ക് എത്ര ഇൻകം കിട്ടി? നമ്മുടെ അവിടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യണത് ഇത്ര കിട്ടാൻ. പുറത്തുനിന്ന് വാങ്ങണ 82 രൂപ കൊടുത്ത് വാങ്ങണമായിരുന്നു. പക്ഷെ നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ 10,000 ക്വിന്റൽസിന് എത്ര രൂപയായുള്ളൂ? 6 ലക്ഷം രൂപയായുള്ളൂ. അപ്പൊ നമ്മുടെ അഗ്രികൾച്ചറൽ ഇൻകം എത്രയാണ്? 2,20,000 നമ്മുടെ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് നമ്മൾ കണക്കാക്കിയത്. ഇനി നമുക്ക് എത്രയാണ് നോൺ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് കാണുന്നത്. അപ്പൊ നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ്? ടോട്ടൽ പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 8,76,000. 8,76,000 ലെസ് അഗ്രികൾച്ചറൽ ഇൻകം. Thus, less agricultural income. നമുക്ക് കിട്ടിയിട്ട് അഗ്രികൾച്ചറൽ ഇൻകം എത്രയാണ്? 2,20,000. കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? 6,56,000. 6,56,000. ഇതിന്റെ നേരെ എന്ത് എഴുതണം? നോൺ അഗ്രികൾച്ചറൽ ഇൻകം അല്ലെങ്കിൽ ബിസിനസ് ഇൻകം. നോൺ അഗ്രികൾച്ചറൽ ഇൻകം അല്ലെങ്കിൽ അതിന് പറഞ്ഞ പേര് ബിസിനസ് ഇൻകം. ക്ലിയർ ആയോ? ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടാ. ഒന്നും കൂടി ക്വസ്റ്റ്യൻ വായിച്ച് ഒന്നും കൂടി ക്ലിയർ ആയി പറഞ്ഞ് ശ്രദ്ധിച്ചോളുക. എ ഷുഗർ ഫാക്ടറി പ്രോസസ്ഡ് 60,000 ക്വിന്റൽസ് ഓഫ് ഷുഗർ കെയിൻ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ അല്ലെ. അവര് ആ ഷുഗർ ഫാക്ടറിയിൽ 60,000 ക്വിന്റൽസ് ഓഫ് ഷുഗർ കെയിൻ പ്രോസസ് ചെയ്തു എന്നാണ് പറയണത്. അതില് 10,000 ക്വിന്റൽസ് വാസ് പ്രൊഡ്യൂസ്ഡ് ഓൺ ഇറ്റ്സ് ഓൺ ഫാം. അവരുടെ ഫാമിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്താണ്, മാനുഫാക്ചർ ചെയ്താണ് കേട്ടോ. ദെൻ ബാലൻസ് അവർ എന്ത് ചെയ്തു? മാർക്കറ്റിൽ നിന്ന് വാങ്ങി. അത് 82 രൂപ കൊടുത്തിട്ടാണ് വാങ്ങിയിരിക്കുന്നത്. മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതെല്ലാം നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ അഗ്രികൾച്ചർ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫാമിൽ ഉണ്ടായതിന്റെ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ മാർക്കറ്റ് വാല്യൂ ഷുഗർ കെയിൻ മാനുഫാക്ചേർഡ് ഓർ പ്രൊഡ്യൂസ്ഡ് ഓർ ഗ്രോൺ ഇൻ ഫാം അല്ലെ. നമുക്ക് എന്ത് പറയാം? മാർക്കറ്റ് വാല്യൂ ഷുഗർ കെയിൻ ഗ്രോൺ ഇൻ ഫാം അല്ലെ. എത്രയാണായിരിക്കാം? 10,000 യൂണിറ്റ് ടു 82 രൂപ അല്ലെ. നമ്മൾ വാങ്ങുകയാണെങ്കിൽ എത്രയല്ലേ വരിക? നമുക്കുണ്ടായ കോസ്റ്റ് 6 ലക്ഷമാണ്. 60 രൂപ ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അതല്ല നമ്മൾ കൺസിഡർ ചെയ്യണത്. നമുക്ക് അത് പുറത്തുനിന്ന് വാങ്ങണേ എത്ര കോസ്റ്റായി? 10,000 × 82 8,20,000 നമ്മൾ എഴുതി. അതിന് ലെസ് കോസ്റ്റ് ഓഫ് ഷുഗർ കെയിൻ. നമ്മുടെ അവിടെ ഗ്രോൺ ചെയ്തപ്പോൾ നമുക്ക് എത്ര കോസ്റ്റ് ആയുള്ളൂ? 6 ലക്ഷം. അപ്പൊ നമുക്ക് അഗ്രികൾച്ചർ ഇൻകം കിട്ടി. എത്ര കിട്ടി? 8,20,000 മൈനസ് 6 ലക്ഷം പറയുമ്പോൾ 2,20,000 അഗ്രികൾച്ചർ ഇൻകം കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യൻ ഓൾറെഡി എന്ത് തന്നിട്ടുണ്ട്? അവരുടെ ടോട്ടൽ പ്രോഫിറ്റ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ തന്നിട്ടുണ്ട്. എത്രയാണ്? 8,76,000 അവരുടെ പ്രോഫിറ്റ്. അതിന്ന് അഗ്രികൾച്ചർ ഇൻകം കുറച്ചാൽ ബിസിനസ് ഇൻകം അല്ലെങ്കിൽ നോൺ അഗ്രികൾച്ചറൽ ഇൻകം കിട്ടും. ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഷുഗർ കെയിൻ പറഞ്ഞൊരു ക്വസ്റ്റ്യനിൽ പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. മിസ്റ്റർ ആന്റണി ഹാഡ് മാംഗോ ഗാർഡൻസ്, nursery and estate in rubber, tea, coffee. He derives income from them. He has also a nursery wherein he grows plants and sells. For the previous year ending 31st March 2020, income from estates and nursery is as under. First point, manufacture of rubber 7,25,000. Manufacture of coffee grown and cured 5,07,500. Manufacture of tea 10,15,000. Sale of plant from nursery 1,37,000. Income from mango gardens 6,70,000. Calculate the agricultural and non-agricultural income of Mr. Anthony. ഇതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? ഇപ്പൊ എല്ലാ ഐറ്റത്തിന്റെയും നമ്മൾ പഠിച്ച റബ്ബർ, കോഫി, ടീ എന്നുള്ള എല്ലാ ഐറ്റത്തിന്റെയും വെച്ച് ഷുഗർ കെയിൻ്റെ ഒന്ന് ചെയ്തു തന്നു. ദെൻ ഇനി നമുക്ക് ഈ എല്ലാ ഐറ്റത്തിന്റെ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക്. അപ്പോൾ ഈ ആന്റണിക്ക് മാംഗോ ഗാർഡൻസ് ഉണ്ട്, നഴ്സറി ഉണ്ട്, എസ്റ്റേറ്റ് ഉണ്ട്. റബ്ബർ, ടീ, കോഫിയുടെ എസ്റ്റേറ്റുകളുണ്ട്. അയാൾക്ക് അതിൽ നിന്നൊക്കെ എന്ത് കിട്ടുന്നുണ്ട്? ഇൻകം കിട്ടുന്നുണ്ട് അല്ലെ. അതിൽ അയാൾ എന്തൊക്കെ വളർത്തുന്നുണ്ട്? പ്ലാന്റ്സും വളർത്തണമുണ്ട്, വെക്കണമുണ്ട് അല്ലെ, നഴ്സറിയിലൊക്കെ. ദെൻ അവിടെ നിന്ന് എന്തൊക്കെ ഇൻകമാണ് അയാൾക്ക് പ്രീവിയസ് ഇയർ കിട്ടിയെന്നാണ് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ്. ഫസ്റ്റ് മാനുഫാക്ചർ ഓഫ് റബ്ബർ 7,25,000. ദെൻ മാനുഫാക്ചർ ഓഫ് കോഫി ഗ്രോൺ ആൻഡ് ക്യൂർഡ് 5,07,500. പിന്നെ ടീ എന്നാണെങ്കിൽ 10,15,000. പ്ലാന്റ്സ് ഫ്രം നഴ്സറി, സെയിൽ ഓഫ് പ്ലാന്റ്സ് ഫ്രം നഴ്സറി 1,37,000. ഇൻകം ഫ്രം മാംഗോ ഗാർഡൻസ് 6,70,000. ഇത്രയും
ഇൻകങ്ങൾ തന്നിട്ടുണ്ട്. എല്ലാ ഐറ്റത്തിലും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അഗ്രികൾച്ചർ ആൻഡ് നോൺ അഗ്രികൾച്ചർ ഇൻകം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ പറയണത്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ഒരേ കോളം വരച്ചിട്ട് അഗ്രികൾച്ചർ നോൺ അഗ്രികൾച്ചർ സെയിം ഹെഡിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. computation of agricultural and non-agricultural income for the assessment year 2020 to 2021. Then രണ്ട് എമൗണ്ട് കോളം വരയ്ക്കുക. ഒന്നില് അഗ്രികൾച്ചറൽ ഇൻകം എഴുതുക, അടുത്തതിൽ നോൺ അഗ്രികൾച്ചറൽ ഇൻകം അല്ലെങ്കിൽ ബിസിനസ് ഇൻകം എഴുതുക കേട്ടോ. ദെൻ നമുക്ക് ഓരോ ഐറ്റംസ് എഴുതാം. ഐറ്റംസ് നോക്കിക്കോളൂ. ഫസ്റ്റ് വൺ എന്താണ്? മാനുഫാക്ചർ ഓഫ് റബ്ബർ ആണ് അല്ലേ, മാനുഫാക്ചർ ഓഫ് റബ്ബർ ആണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എഴുതിക്കോളൂ. ഒന്നാമത്തെ പോയിന്റ് മാനുഫാക്ചർ ഓഫ് റബ്ബറിന്റെ കാര്യത്തിൽ പഠിച്ചിട്ടോ. എന്താ റബ്ബറിന്റെ കാര്യത്തിൽ പഠിച്ചത് നമ്മൾ? എത്രയൊക്കെയാണ് ഇൻകം അല്ലേ? ടി കഴിഞ്ഞാൽ അടുത്ത റബ്ബർ പഠിച്ചു 65, 35. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് 65% ട്രീറ്റഡ് ആസ് അഗ്രികൾച്ചറൽ ഇൻകം എഴുതി അല്ലേ. അപ്പോൾ ടോട്ടൽ എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? ടോട്ടല് 7,25,000 ആണ്. 7,25,000 ഇൻറ്റു 65/100 നോക്കാം. അപ്പൊ നമുക്ക് 4,71,250 കിട്ടും. ദെൻ ബാലൻസ് അല്ലേ, നമുക്ക് ടോട്ടല് 7,25,000ന്റെ 65 കിട്ടിക്കഴിഞ്ഞാൽ ബാലൻസ് 35 അല്ലേ. അപ്പോൾ ബാലൻസ് എഴുതാം. ബാലൻസ് 2,53,750. ദെൻ അടുത്തത് മാനുഫാക്ചർ ഓഫ് coffee grown and cured. അപ്പോൾ കോഫിയുടെ കേസിലാണെങ്കിൽ ഗ്രോൺ ആൻഡ് ക്യൂർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര പെർസെൻറ്റേജ് ആണ്? 75%, 25%. അപ്പോൾ ഇവിടെ എത്രയാണ്? 75% ട്രീറ്റഡ് ആസ് അഗ്രികൾച്ചറൽ ഇൻകം. ടോട്ടൽ എത്രയാണ്? കോഫിയുടെ 5,07,500 ആണ്. അതിന്റെ 75% എടുക്കുക. 75% 3,80,625. Then 25% 1,26,875. Then അടുത്തത് third one manufacture of tea ആണ്. ടീ എത്ര പെർസെൻറ്റേജ് ആണ്? 60% അഗ്രികൾച്ചറിലും 40% നോൺ അഗ്രികൾച്ചറും. അപ്പോൾ ഹൈഫൻ ഇട്ടിട്ട് 60% ട്രീറ്റഡ് ആസ് അഗ്രികൾച്ചറൽ ഇൻകം. എന്താണ് ടീന്റെ എമൗണ്ട് ടോട്ടൽ എത്രയാണ്? 10,15,000 ആണ്. 10,15,000 ഇൻറ്റു 60/100 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6,09,000. ദെൻ അടുത്തത് 4,06,000. ദെൻ അടുത്ത ഫോർത്ത് പോയിന്റ് നമുക്ക് എന്താണ്? സെയിൽ ഓഫ് പ്ലാന്റ്സ് ഫ്രം നഴ്സറി അല്ലെ. നഴ്സറിയിൽ നിന്ന് വിൽക്കണത് മൊത്തമായിട്ട് എന്താണ്? 100% എന്താണ്? അഗ്രികൾച്ചർ ഇൻകം ആണ് അല്ലെ. നമ്മുടെ നഴ്സറിയിൽ ഇൻകം ഫ്രം സാപ്ലിംഗ് ഓർ സീഡ്ലിംഗ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ, കൈൻഡ്സ് ഓഫ് അഗ്രികൾച്ചർ ഇൻകത്തില്. അതിലൊന്നാണ് എന്ത്? സെയിൽ ഓഫ് പ്ലാന്റ്സ് ഫ്രം നഴ്സറി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താ എഴുതാം? സെയിൽ ഓഫ് പ്ലാന്റ്സ് ഫ്രം നഴ്സറി ഹൈഫൻ ഇട്ടിട്ട് 100% ട്രീറ്റഡ് ആസ് അഗ്രികൾച്ചറൽ ഇൻകം. അപ്പോൾ നോൺ അഗ്രികൾച്ചറിന്റെ അവിടെ ഡാഷ് ഇടുക. അത് എത്രയാണ് അത് എമൗണ്ട്? 1,37,000. ഇവിടെ മാത്രം എഴുതുക. ദെൻ ലാസ്റ്റ് ഐറ്റം ഇൻകം ഫ്രം മാംഗോ ഗാർഡൻസ്. ഇൻകം ഫ്രം മാംഗോ ഗാർഡൻ അല്ലേ. ഇപ്പോൾ മാംഗോയുടെ കൃഷി ഉണ്ടാവും മാംഗോ ഗാർഡൻ. അതും എന്താണ്?
100% അഗ്രികൾച്ചർ ഇൻകം ആയിട്ടാണ് എന്ത് ചെയ്യണത്, ട്രീറ്റ് ചെയ്യണത്. 100% ട്രീറ്റഡ് ആസ് അഗ്രികൾച്ചറൽ ഇൻകം. അപ്പോൾ അത് എത്രയാണ് എമൗണ്ട്? 6,70,000. 6,70,000. ഇനി ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 22,67,875 അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ കിട്ടി. ദെൻ നോൺ അഗ്രികൾച്ചർ ഇൻകം 7,86,625 കിട്ടും കൂട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ എല്ലാത്തിൻ്റെയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലേ. അപ്പോൾ ടീൻ്റെ ആണെങ്കിൽ അപ്പോൾ നമ്മൾ ആ റൂൾ ഓർത്ത് വെക്കുക. നമുക്ക് റബ്ബർ ആണെങ്കിൽ 65% അഗ്രികൾച്ചർ ഇൻകം, 35 നോൺ അഗ്രികൾച്ചർ. ടീൻ്റെ ആണെങ്കിൽ 60% അഗ്രികൾച്ചർ ഇൻകം, 40% നോൺ അഗ്രികൾച്ചർ ആണ്. കോഫിയുടെ ആണെങ്കിൽ ക്യൂർഡ് ആൻഡ് ഗ്രോൺ ആൻഡ് ക്യൂർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75% 25% ആയിട്ട് എടുക്കണം. പിന്നെ സെയിൽ ഓഫ് പ്ലാന്റ് എന്നൊക്കെ പറയുമ്പോൾ ദാറ്റ് ഈസ് നഴ്സറി വളർന്നതാണെന്നൊക്കെ പറയുമ്പോൾ 100% എന്താണത്, അഗ്രികൾച്ചർ ഇൻകമാണ്. അപ്പോൾ അത് അഗ്രികൾച്ചർ കുളത്ത് മാത്രം എടുക്കുന്നു. അങ്ങനെ ടോട്ടൽ ചെയ്തപ്പോൾ നമുക്ക് അഗ്രികൾച്ചർ ഇൻകവും കിട്ടി, നോൺ അഗ്രികൾച്ചർ ഇൻകവും നമുക്ക് കിട്ടി. എളുപ്പത്തിൽ നമുക്ക് എല്ലാ കേസുകളും ഒറ്റ പ്രോബ്ലത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ചിലപ്പോൾ റബ്ബറിൻ്റെ മാത്രമേ ചോദിക്കാം. അപ്പോൾ അതിൽ ആ റൂള് കാണാതെ പഠിക്കണം, മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് എങ്ങനെയാണ്? ആദ്യത്തെ നമ്മൾ ബോക്സിൽ വരച്ചപ്പോൾ ആദ്യം ഏതിനെ കുറിച്ചാണ് പറഞ്ഞത്? ടീനെ കുറിച്ചിട്ട് അല്ലേ. ടീനെ കുറിച്ച് പറയുമ്പോൾ 60-40 അല്ലേ. അതേപോലെ കോഫി റോസ്റ്റഡ്, ക്യൂർഡ് അല്ല, ദാറ്റ് ഈസ് ഗ്രോൺ, ക്യൂർഡ്, റോസ്റ്റഡ് ആൻഡ് ഗ്രൗണ്ടഡ് എന്നൊക്കെ പറയണമെങ്കിൽ 60-40% ആണ് അല്ലേ. പിന്നെ റബ്ബർ ആണെങ്കിൽ ദാറ്റ് ഈസ് 65% 35% ആണ്. പിന്നെ കോഫി വെറും ഗ്രൗൺ ആൻഡ് ക്യൂർഡ് പറയുമ്പോൾ 75% 25% ആണ്. പിന്നെ റൂൾ 7 എനി അതർ കേസ് ആണെങ്കിൽ മാർക്കറ്റ് വാല്യൂൻ്റെ ബേസിലാണ് കാണാതെ പറയുക. മാർക്കറ്റ് വാല്യൂ ആകുമ്പോൾ ആവറേജ് മാർക്കറ്റ് വാല്യൂ മൈനസ് കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അഗ്രികൾച്ചർ ഇൻകം കിട്ടും. അതിന് ഇപ്പോൾ നോൺ അഗ്രികൾച്ചർ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റ് മൈനസ് അഗ്രികൾച്ചർ ഇൻകം ചെയ്താൽ നോൺ അഗ്രികൾച്ചർ ഇൻകം കിട്ടും. ഇക്വേഷൻ കാണാതെ പഠിക്കുക, റൂളും കാണാതെ പഠിക്കുക. റൂള് 7 8 ആണ് അല്ലേ. 7 മെയിനായിട്ട് പറയുന്നത് എനി അതർ കേസിലാണ്. 8 നമ്മൾ പറഞ്ഞു. പിന്നെ 7 സബ് ഡിവിഷൻസ് ആണ് ബാക്കിയുള്ളതൊക്കെ. അപ്പോൾ നന്നായി നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേട്ടോളൂ. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് അഗ്രികൾച്ചറൽ ഇൻകം. ഫസ്റ്റ് പോയിന്റ്, ഇൻകം ഫ്രം ഗ്രെയിൻ ബിസിനസ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇൻക്ലൂഡിംഗ് ദ എമൗണ്ട് റിസീവ്ഡ് ₹38,000 ഫ്രം വീറ്റ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ഓൺ അഗ്രികൾച്ചറൽ ലാൻഡ് 1,87,500. Then second point, lease rent received from land given to tenant for agricultural operation 18,000. Then sale of agricultural produce 48,000. അടുത്ത പോയിന്റ്, പേയ്മെന്റ് ഓഫ് ഗവൺമെന്റ് ലാൻഡ് റവന്യൂ ഓൺ അഗ്രികൾച്ചറൽ ലാൻഡ് 6,000. എക്സ്പെൻസസ് ഓൺ പവർ, ഇറിഗേഷൻ ആൻഡ് farm labor 10,600. Then expense of seeds, fertilizers and pesticides 7,500. Tractor hire charges for agricultural operation 2,500. ഇത്രയും ക്വസ്റ്റ്യനിലെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് അഗ്രികൾച്ചറൽ ഇൻകം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്? അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം നമുക്ക് ചെയ്യാം. ദെൻ കമ്പ്യൂട്ടേഷൻ ഓഫ് agricultural income ഫോർ ദ അസസ്മെന്റ് ഇയർ എന്നൊക്കെ എഴുതണമെങ്കിൽ ഫോർ ദ അസസ്മെന്റ് ഇയർ 2020-21 എന്നൊക്കെ എഴുതാം ഹെഡിങ്ങിൽ കേട്ടോ. ദെൻ എഴുതിയ ശേഷം നമ്മുടെ അടുത്ത് എന്ത് പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ ഈ പർട്ടിക്കുലർ ഇൻകം ഫ്രം ഗ്രെയിൻ ബിസിനസ് ആണ് കേട്ടോ. അതിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് എമൗണ്ട് റിസീവ്ഡ് ₹38,000 ഫ്രം വീറ്റ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ഓൺ അഗ്രികൾച്ചറൽ ലാൻഡ്. അത് മാത്രമല്ലേ നമ്മൾ എടുക്കുള്ളൂ. ടോട്ടലായിട്ട് ഇൻകം ഫ്രം ഗ്രെയിൻ ബിസിനസ് മറ്റ് 1,87,500 തന്നിട്ടുണ്ട്. അത് നമ്മൾ എടുക്കില്ല. നമ്മുടെ ഫാമിൽ നിന്ന് കിട്ടിയത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് എടുക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മളുടെ ഫാമിന്റെ ഇൻകം എത്ര പറയേണ്ടത്? നമ്മുടെ ഫാമിൽ നിന്ന് കിട്ടുന്നത് സെയിൽ ഓഫ് ഓൺ ക്രോപ്പാണ് അല്ലേ, ഓൺ അഗ്രികൾച്ചറൽ ക്രോപ്പാണ്. അപ്പോൾ അത് നമുക്ക് സെയിൽ ഓഫ് ഓൺ അഗ്രികൾച്ചറൽ ഏതാണ്? വീറ്റ് അല്ലേ. ഓൺ ക്രോപ്പ്, സെയിൽ ഓഫ് അഗ്രികൾച്ചർ ഓൺ ക്രോപ്പ് 2 കോളം കൊടുക്കുക 38,000. ദെൻ അടുത്ത എന്താണ്?
ലീസ് റെന്റ് റിസീവ്ഡ് ഫ്രം, നമ്മൾ പാട്ടത്തിന് കൊടുത്തപ്പോൾ നമുക്ക് അയാളുടെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്ന റെന്റ് അല്ലേ, ആ ലീസ് റെന്റ് എത്രയാണ് നോക്കൂ. ലീസ് റെന്റ് 18,000. ദെൻ അടുത്തത് സെയിൽ ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് അല്ലെ, വിറ്റ് കിട്ടുന്നത് നമ്മുടെ ഇൻകം ആണല്ലോ. അപ്പൊ ഇതൊക്കെ ഇൻകം ആണ്. ഇത് മൂന്നും എന്താണ് നമ്മുടെ ഇൻകം ആണ്. സെയിൽ ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്. സെയിൽ ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് എത്രയാണ്? 48,000. ഇത് മൂന്നും കൂടി കൂട്ടിയ നമ്മുടെ ഇൻകം മൂന്നും കൂടി നമ്മൾ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടല് 1,04,000 എന്ന് കിട്ടും. ദെൻ ലെസ് എക്സ്പെൻസസ്. ഇതിലുണ്ടായിരിക്കുന്ന എന്തൊക്കെ എക്സ്പെൻസസ് നമ്മൾ മീറ്റ് ചെയ്തു എന്ന് നോക്കുക. ലെസ് എക്സ്പെൻസസ് പറഞ്ഞിട്ട് ഓരോന്നായിട്ട് എഴുതുക. ഒന്ന് എന്ത് കൊടുത്തു? പേയ്മെന്റ് ഓഫ് ഗവൺമെന്റ് ലാൻഡ് റവന്യൂ ഓൺ അഗ്രികൾച്ചർ അല്ലെ, ലാൻഡ് റവന്യൂ കൊടുത്തു അല്ലെ. ലാൻഡ് റവന്യൂ എത്ര രൂപ കൊടുത്തിരിക്കുന്ന? ലാൻഡ് റവന്യൂ 6,000 രൂപ ലാൻഡ് റവന്യൂ ആയിട്ട് ടാക്സ് കൊടുത്തു. ദെൻ അടുത്തത് പവർ. അടുത്ത പോയിന്റ് പവർ, ഇറിഗേഷൻ ആൻഡ് ഫാം ലേബർ അല്ലേ. പവർ, ഇറിഗേഷൻ, ഫാം ലേബർ. ടോട്ടൽ എത്രയാണ്? 10,600. ദെൻ സീഡ്സ്, വിത്തുകൾ, സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് എത്ര കൊടുത്തു? 7,500. ദെൻ അടുത്ത പോയിന്റ് ട്രാക്ടർ അല്ലെ, ഉഴുതാൻ വേണ്ടി ട്രാക്ടർ ഉപയോഗിച്ചിട്ടാണ്. ട്രാക്ടർ ഹയർ ചാർജസ് എത്രയാണ് വാടക കൊടുത്തിരിക്കുന്നത്? 2,500. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 26,600 എന്ന് കിട്ടി. ദെൻ ഈ ഇൻകത്ത് നിന്ന് എക്സ്പെൻസ് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 77,400 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് എഴുതുക. ഇവിടെ ടോട്ടൽ പ്രോഫിറ്റ് ഒന്നും തന്നിട്ടില്ല. തന്ന ടോട്ടൽ പ്രോഫിറ്റിന് അഗ്രികൾച്ചർ ഇൻകം കുറച്ച് കഴിഞ്ഞാൽ നോൺ അഗ്രികൾച്ചറൽ ഇൻകം കിട്ടും. ഇവിടെ അഗ്രികൾച്ചർ ഇൻകം മാത്രം കാൽക്കുലേറ്റ് ചെയ്യാനേ തന്നിട്ടുള്ളൂ. തന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് അത് മാത്രം ചെയ്യുക. ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. അപ്പം നമുക്ക് കിട്ടുന്ന ഇൻകത്തിനൊക്കെ നമ്മൾ കൂട്ടുക അല്ലേ. നമുക്ക് ലീസ് റെന്റ് കിട്ടി, നമ്മൾ നമ്മുടെ ഫാമിൽ ഉണ്ടാവുന്ന ക്രോപ്പ് വിറ്റു, ദെൻ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് വിറ്റത്, ദെൻ ലീസ് റെന്റ് കിട്ടി. ഇതെല്ലാം നമ്മുടെ ഇൻകമാണ്. ഇൻകത്തിനെയൊക്കെ കൂട്ടിയിട്ട് എക്സ്പെൻസ് കുറച്ചാൽ നമുക്ക് അഗ്രികൾച്ചർ ഇൻകം കിട്ടും. ക്ലിയർ ആയോ?